കോഴിക്കോട് തടമ്പാട്ടുതാഴത്ത് വയോധികരായ സഹോദരിമാരുടെ മരണം കൊലപാതകമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ്. ശ്രീജയ, പുഷ്പ എന്നിവരെയാണ് രാവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് ഇരുവരെയും. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അഞ്ജന, ഈ ഇരുവരുടെയും മരണം സംബന്ധിച്ചുള്ള വാർത്ത വന്നപ്പോൾ തന്നെ വീട്ടിലില്ല, സഹോദരനെ കാണാനില്ല എന്നുള്ള ഒരു വിവരം കൂടി അതിനൊപ്പം ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? കൊലപാതകം എന്ന് പറയുമ്പോൾ പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഈ സഹോദരൻ എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇവരുടെ പശ്ചാത്തലം? അക്ഷയ, കോഴിക്കോട് തടമ്പാട്ടു താഴത്ത് വാടക വീട്ടിൽ മരിച്ച നിലയിൽ ഇന്ന് രാവിലെയാണ് വയോധികരായ 2 സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീജയ, അതുപോലെ പുഷ്പലളിത എന്നീ 2 പേരായിരുന്നു മരിച്ചത്. വൈകിട്ട് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുവരുടെയും മരണം കൊലപാതകമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ഇന്ന് രാവിലെ ഏതാണ്ട് 8:30യോടുകൂടിയാണ് ഈ 2 വയോധികർ താമസിച്ചിരുന്ന സഹോദരൻ പ്രമോദിനൊപ്പമായിരുന്നു. ഇന്ന് രാവിലെ 8:30യോടെ പ്രമോദ് സുഹൃത്തിനെ വിളിച്ചറിയിക്കുകയായിരുന്നു സഹോദരിമാരിൽ ഒരാൾ മരിച്ചുവെന്ന്. ഉടൻ തന്നെ സുഹൃത്ത് വീട്ടിലേക്ക് എത്തി നോക്കി. നാട്ടുകാരെ വിളിച്ച് വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ഇരുവരുടെയും മൃതദേഹം 2 മുറികളിലായി വെള്ള പുതച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഉടനെ തന്നെ ഈ സഹോദരൻ പ്രമോദിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഫോണിൽ കിട്ടിയില്ല. ആദ്യം ഒരു തവണ റിങ് ചെയ്തു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. എന്തായാലും നാട്ടുകാരും സുഹൃത്തുക്കളും ഒപ്പം തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഡോഗ് സ്ക്വാഡും അതുപോലെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പരിശോധന. പോലീസ് കോൺടാക്ട് ചെയ്തിട്ടും ഈ സഹോദരനെ കണ്ടെത്താൻ സാധിച്ചില്ല. 3 പേരുമായിരുന്നു ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. 3 പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു. ഏതാണ്ട് 3 വർഷമായി തടമ്പാട്ടു താഴത്തെ ഈ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. 3 പേരും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളായിരുന്നു. ഇതിലൊരു സഹോദരി അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അവസ്ഥയിലുമായിരുന്നു. ഏതായാലും സഹോദരനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സഹോദരൻ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരവും പോലീസിന് കിട്ടിയിട്ടില്ല. ഏതായാലും ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇയാളുടെ മൊബൈലിലെ സിഗ്നൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഹോദരൻ പ്രമോദുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കിട്ടൂ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്.